നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജനുവരി മാസത്തെ പുണർദ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം. പുണർദ നക്ഷത്രക്കാർക്ക് ഈ പുതിയ വർഷത്തിലെ പുതിയ മാസം കുറച്ച് പ്രശ്നങ്ങളുള്ള മാസമായതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് നല്ല രീതിയിലുള്ള പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുണർദ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴി വരുന്ന മിഥുനക്കൂറിലാണ്. മിഥുനക്കൂറുകാർക്ക് കണ്ടകശനി ദോഷമുണ്ട്, അതേപോലെ ജന്മരാമവനെ ദുഃഖം എന്ന് പറയുന്ന യോഗമുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ശ്രീരാമചന്ദ്രൻ വനവാസത്തിന് പോയ രീതിയിൽ എന്ത് ചെയ്യണം, ഏത് രീതിയിൽ പ്രവർത്തിക്കണം, എങ്ങോട്ട് പോയാൽ രക്ഷയുണ്ടാകും മുതലായിട്ടുള്ള ഒരു കാര്യങ്ങളും കൃത്യമായിട്ട് തീരുമാനിക്കാനായിട്ട് പറ്റാത്ത ബുദ്ധിമുട്ടുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത്. അതിനോടൊപ്പം തന്നെ ഭാതാസ്ഥാനത്താണ് ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ബുധൻ നിൽക്കുന്നത്. ആ ബുധൻ ചൊവ്വയോട് യോഗം ചെയ്ത്, അതായത് ശത്രുസ്ഥാനാധിപതി നേരിട്ട് ബാധാസ്ഥാനത്ത് നിൽക്കുന്നതാണ്. പ്രബലമായിരിക്കുന്ന ശത്രുദോഷം കൊണ്ട് എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും അതിനൊക്കെ തടസ്സമുണ്ടാകാൻ യോഗമുള്ള ഒരു സമയമാണ്. അതുമാത്രമല്ല, ആത്മപ്രഭാവകാരകനായിരിക്കുന്ന സൂര്യൻ അഷ്ടമത്തിൽ നിൽക്കുന്നു, ശുക്രനോട് യോഗം ചെയ്തിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ 5ാം ഭാവാധിപതി അഷ്ടമത്തിലായത് കാരണം തെറ്റായ കാര്യങ്ങൾ തീരുമാനം എടുക്കുമ്പം നല്ല ഉദ്ദേശത്തോടുകൂടി ചെയ്താൽ അത് തെറ്റായി വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ ആത്മവിശ്വാസക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ 15ാം തീയതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഷ്ടമത്തിലേക്ക് ചൊവ്വയും ബുധനും കൂടി മാറും. അപ്പോൾ ചൊവ്വ എന്ന് പറയുന്നത് ശത്രു സ്ഥാനാധിപതിയാണ്. അത് നഷ്ടസ്ഥാനത്ത് പോയി നിൽക്കുന്നത് ലഗ്നാധിപതിയോട് ചേർന്നിട്ടാണ്. അപ്പോൾ ചതുർഗ്രഹ യോഗം വരുന്നത് കൊണ്ട് അവിടെ ഒരു സന്യാസ യോഗം വരും. അത് ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതേപോലെ തന്നെ വാഹന സംബന്ധമായിട്ട് വളരെ ശ്രദ്ധിക്കണം. ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. പരമാവധി യാത്രകളൊക്കെ ഒഴിവാക്കേണ്ട ഒരു സമയമാണ്. ദാമ്പത്യ സുഖക്കുറവ്, അതുപോലെ തന്നെ അവനവന് തന്നെ ശാരീരികമായിട്ടുള്ള രോഗാവസ്ഥകൾ, അസ്വസ്ഥതകൾ ഉണ്ടാകുക, പേരുദോഷം പോലെയുള്ള കാര്യങ്ങൾ കേൾക്കാനിടവരിക, അങ്ങനെ പല രീതിയിലുള്ള ദോഷങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. അത് വളരെ ശ്രദ്ധിക്കണം. ദശാസംബന്ധമായിട്ടും കൂടി ദോഷമാണെങ്കിൽ അത് വളരെ വലിയ ദോഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടല്ലോ. പ്രത്യേകിച്ചും ഭാതൃകദശ ശൗര്യം എന്ന് പറയുന്ന യോഗമാണ്. സഹായിക്കേണ്ട വ്യക്തികളുടെ പെരുമാറ്റം ഇഷ്ടപ്പെടാതെ ഇരിക്കുക, സഹായിക്കേണ്ട പെരുമാറ്റം അപ്രിയമായിട്ട് തോന്നുക, വേണ്ടപ്പെട്ടവരൊക്കെ അകന്നു പോകാനിടവരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ളൊരു സമയമാണ്. അതേപോലെ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് കണ്ടശനി ദോഷം ചെയ്തിട്ട് ശനിയാണ്. അപ്പോൾ അഷ്ടമാധിപത്യവും അതേപോലെ തന്നെ ഭാഗ്യാധിപത്യവുമായിട്ടുള്ള ശനി രണ്ട് സ്വഭാവത്തെയും ചെയ്യും. അതായത് ഭാഗ്യത്തെ തരുന്നതിനോടൊപ്പം തന്നെ ദോഷത്തെയും ചെയ്യും. അത് കാരണം കൊണ്ട് ദോഷഫലങ്ങളും പ്രതീക്ഷിക്കേണ്ടതാണ്. ഭാഗ്യസ്ഥാനത്ത് രാഹു നിൽക്കുന്നത് കാരണം കൊണ്ട് ഭാഗ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് മുറിവ് സംഭവിക്കുന്ന ഒരവസ്ഥയും കൂടി ഉള്ളത് കാരണം കൊണ്ട് നല്ല പരിഹാരങ്ങൾ ചെയ്യണം. വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുക്താർച്ചന, സുദർശന പുഷ്പാഞ്ജലി, അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം, നാഗപൂജ ചെയ്യണം. അതേപോലെ തന്നെ ശിവക്ഷേത്രത്തിലും ശംഖാഭിഷേകം, അഘോര പുഷ്പാഞ്ജലി, നെയ്വിളക്ക്, ദേവീക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി, നെയ്വിളക്ക്, ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് നല്ല രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ വലിയ തടസ്സം ഉണ്ടാകാതെ പുണർദ നക്ഷത്രത്തിന് മിഥുനക്കൂറുകാർക്ക് ഈ മാസത്തിൽ അനുകൂലാവസ്ഥ പറയാൻ പറ്റും. അതുപോലെ തന്നെയാണ് 12ാം വ്യാഴമാണ് പുണർദ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിയിൽ ജനിച്ചവർക്ക്. അവർക്കും പറഞ്ഞ പോലെ ദൈവാധീനക്കുറവുണ്ട്. ഭാഗ്യസ്ഥാനത്ത് ശനിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഭാഗ്യക്കുറവ് പോലെയുള്ള കാര്യങ്ങളാണ് ഉള്ളത്. അതേപോലെ തന്നെ ശത്രുസ്ഥാനത്താണ് ചൊവ്വയും ബുധനും നിൽക്കുന്നത്. അപ്പം ഗ്രഹങ്ങളുടെയൊക്കെ ഒരു അനിഷ്ടഭാവസ്ഥിതിയുണ്ട്. പ്രിയ കലഹോസ്തകത എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് 7ാം ഭാവത്ത് ശുക്രനാണ് സൂര്യനോട് യോഗം ചെയ്ത് നിൽക്കുന്നത്. ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് നല്ല പരിഹാരങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ചെയ്യുകയും ക്ഷേത്രദർശനം നടത്തുകയും നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഈ മാസത്തിൽ യോഗം കാണും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.